കോഴിക്കോട് ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയിൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ദേവസ്വം ബോർഡ് മുൻ ഓഫീസർ ടി പി വിനോദനെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തെരഞ്ഞെടുപ്പുകൾക്കിടെ ടി പി വിനോദനെതിരെ നടപടിയെടുക്കുമെന്നായിരുന്നു LDFന്റെ വാഗ്ദാനം. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി 60 പവനോളം സ്വർണം ഇയാൾ കവർന്നുവെന്നാണ് ആരോപണം. ബാലുശ്ശേരി കോട്ട വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് 20 പവനോളം സ്വർണം കവർച്ച ചെയ്ത ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി പി വിനോദനെ മാസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഭക്തർക്കിടയിൽ നിന്നുയരുന്നത്. ടി പി വിനോദൻ പേരാമ്പ്ര കടിയങ്ങാടിലെ വീട്ടിൽ ദിവസേന വന്നുപോകാറുണ്ടെന്ന് നാട്ടുകാർ പലതവണ പോലീസിന് വിവരം നൽകിയെങ്കിലും പോലീസ് വീട്ടിലെത്തുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഭക്തരുടെ ആരോപണം. കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ക്ഷേത്രത്തിലെ കവർച്ച വലിയ തോതിൽ ചർച്ചയായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു LDFന്റെ നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ടി പി വിനോദനെതിരെ ചെറുവിരലനക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഉയരുന്ന പ്രധാന ആരോപണം. മലബാറിലെ 8ഓളം ക്ഷേത്രങ്ങളിൽ നിന്നായി 60 പവനോളം സ്വർണം ടി പി വിനോദൻ കവർച്ച ചെയ്തിട്ടുണ്ട്. ടി പി വിനോദനെ പിടികൂടാതെ കേസന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും കവർച്ചയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നുമാണ് ഭക്തരുടെ ആരോപണം. ജനം, കോഴിക്കോട്.